Hello, Assalamu alaikum. Very good morning to all. എന്തൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ? എല്ലാവരും ഹാപ്പി അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. എന്ത് ചെയ്യാം, മാക്സിമം ചാറ്റ് ബോക്സിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പറ്റുന്ന ആളുകളൊക്കെ വീഡിയോ മോഡിൽ വരിക. ദെൻ നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ററാക്റ്റീവ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുക. മാക്സിമം ചാറ്റ് ബോക്സിൽ നിങ്ങൾ റീപ്ലൈസ് നൽകുക. ഓക്കെ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഫൈൻഡ് എ റോൾ മോഡൽ ഫ്രം യുവർ സറൗണ്ടിങ് എന്നുള്ളതാണ്. അതായത് നിങ്ങളൊരു റോൾ മോഡൽ കണ്ടെത്തുക. നമുക്കിപ്പം പല സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ നമ്മള് ചിലപ്പം റോൾ മോഡലായി കാണുന്നുണ്ടാവുമായിരിക്കും അല്ലെ? അവരുടെ ചാനൽസിലൂടെ അല്ലെങ്കിൽ അവരെ നമ്മൾ കാണുന്ന മീഡിയാസിലൂടെയും മറ്റും സ്ക്രീനിലൂടെ നമ്മൾ അവരെ കാണുന്നതിൽ നമ്മൾ അവരെ റോൾ മോഡൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ചില ഹിസ്റ്ററികളിൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ചില പേഴ്സൺസിനെ നമുക്ക് എന്താവും, ഇപ്പം APJ അബ്ദുൽ കലാം, മലാല യൂസഫ്സായി, അങ്ങനെയുള്ള ആളുകളൊക്കെ ചിലപ്പോൾ നമുക്ക് റോൾ മോഡലായിട്ട് നമ്മൾ കാണുന്നുണ്ടാവായിരിക്കും. അവരുടെ വാക്കുകള്, അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള്, അവർ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങള്, ഇതിലൊക്കെ നമ്മൾ ഇൻസ്പയർ ചെയ്യുന്നുണ്ടാവായിരിക്കും. അല്ലെങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് മോട്ടിവേഷൻ തരുന്നുണ്ടായിരിക്കും. സോ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ചിലപ്പം റോൾ മോഡലാക്കി വെക്കുകയും ചെയ്യുന്നുണ്ടാവും. ബട്ട് ഞാനിപ്പം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള, നമ്മൾ ഇപ്പൊ നേരിട്ട് കാണുന്ന അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള, നമുക്ക് അറിയുന്ന, നമ്മൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളെ നമുക്ക് റോൾ മോഡലായി എടുക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ റോൾ മോഡലിംഗ് എന്ന് പറയുമ്പം ആദ്യം നമുക്ക് പറയാനുള്ള ഒരു കാര്യം, എ റോൾ മോൾ എ റോൾ മോഡൽ ഈസ് നോട്ട് സംവൺ പെർഫെക്റ്റ്. ഒരു റോൾ മോഡൽ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതല്ല, മറിച്ച് സംവൺ ഹു ഇൻസ്പയർ യു ടു ബി ബെറ്റർ എന്നുള്ളതാണ്. നിങ്ങളെ കുറച്ചും കൂടെ നല്ല രീതിയിൽ ബെറ്റർ ആക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് ഇൻസ്പയർ ആയി തോന്നുന്ന ഒരാളെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്പയർ ആയി തോന്നുന്ന ഒരാളായിരിക്കണം നിങ്ങളുടെ റോൾ മോഡൽ എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാം കൊണ്ടും തികഞ്ഞിട്ടുള്ള, പെർഫെക്റ്റ് ആയിട്ടുള്ള, എല്ലാം കൊണ്ടും ഓക്കെ ആയിട്ടുള്ള ഒരാളായിരിക്കണം എന്നില്ല. നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ അദ്ദേഹം ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആളുകൾക്ക് ചിലപ്പോൾ പല കുറവുകളും ഉണ്ടായിരിക്കും, പല നെഗറ്റീവ്സും ഉണ്ടാവുമായിരിക്കുമെങ്കിൽ പോലും നിങ്ങളെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ അവർക്ക് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അവരിൽ ഒരു ഇൻസ്പിറേഷൻ തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അവരെ ഫോളോ ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അവരാണ് നിങ്ങളുടെ റോൾ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഫസ്റ്റ് ഒരു മെഡിറ്റേഷനിലേക്ക് പോകാം. ദെൻ ആഫ്റ്റർ വി വിൽ കം ബാക്ക് ഹിയർ. ഓക്കെ, everybody close your eyes and relax. നമുക്ക് വളരെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഇരിക്കുക. റിലാക്സ് ആയിട്ട് ഇരിക്കാവുന്നതാണ്. പൂർണ്ണമായിട്ടും ഒരു വിശ്രമാവസ്ഥയിലേക്ക് നിങ്ങൾ പോകാനിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചെറിയൊരു മെഡിറ്റേഷനിലേക്കാണ് പോകുന്നത്. കണ്ണുകൾ അടച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ ശ്വാസത്തെ നിങ്ങൾക്ക് നിയന്ത്രിക്കാവുന്നതാണ്. ഒരു ദീർഘമായിട്ടുള്ള ശ്വാസം എടുത്തു വിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വിജയത്തിലേക്ക് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുപോകാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിജയം, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആളുകൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങളുടെ ചുറ്റിലും ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാവുന്നതാണ്. ശേഷം നിങ്ങൾ ഓരോ ശ്വാസം ഉള്ളോട്ടെടുക്കുമ്പോഴും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവിധ നന്മകളും നിങ്ങളുടെ ഉള്ളിലേക്ക് കടക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാവുന്നതാണ്.
നിങ്ങൾ കൂടുതൽ കൂടുതൽ വിജയിയാവുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. നിങ്ങളുടെ ചുറ്റിലും നിങ്ങൾ കാണുന്ന ചില ആളുകളെ നിങ്ങൾ വല്ലാതെ ഇൻസ്പയർ ചെയ്യിപ്പിക്കാറുണ്ട്. നിങ്ങൾക്ക് വല്ലാത്ത രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ അവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാറുണ്ട്. സോ അങ്ങനെയുള്ള ആളുകളെ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. അവരുടെ ചില പ്രവർത്തനങ്ങള്, അവരുടെ വാക്കുകള്, അവരുടെ ആറ്റിറ്റ്യൂഡ് എല്ലാം നിങ്ങൾക്ക് നല്ലൊരു മോട്ടിവേഷൻ തരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇൻസ്പയർ ആയി തോന്നുന്നുണ്ടെങ്കിൽ, അവരിൽ സംതിങ് എന്തോ ഒന്ന് നിങ്ങൾക്ക് റോൾ മോഡലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, സോ നിങ്ങൾ അവരെ ഫോളോ ചെയ്യാണ്. അങ്ങനെയുള്ള ആളുകളുടെ നിങ്ങളുടെ ചുറ്റിലും അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ആളുകളുടെ ഫേസസ് നിങ്ങൾക്ക് മൈൻഡിലേക്ക് കൊണ്ടുവരാം. ആൻഡ് അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ അഡാപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക്, നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് എന്താണോ അഡാപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത് അതിനെ കുറിച്ചിട്ട് തോട്ട് ചെയ്യാം. ഒരു 3 സിമ്പിൾ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ബിഹേവിയർ സംതിങ് ലൈക്ക് ദാറ്റ് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ചില ആളുകൾ നല്ല ടോക്കിംഗ് ആയിരിക്കും, ചില ആളുകള് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നതായിരിക്കും, ചിലര് എവിടെയും കോൺഫിഡന്റ് ആയിട്ട് ഇടപെടുന്നതായിരിക്കും, ചിലരുടെ സംസാര രീതി ആയിരിക്കും. അങ്ങനെ പലതും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. സോ അങ്ങനെ നിങ്ങളുടെ ചുറ്റിലും നിങ്ങൾ സക്സസ് ആണ് എന്ന് തോന്നുന്ന അല്ലെങ്കിൽ അവർ സക്സസ്ഫുള്ളി അല്ലെങ്കിൽ അവർ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് തോന്നുന്ന ഒരാളുടെ ആളെ ഞങ്ങളിപ്പോ കോപ്പി ചെയ്യാൻ പോവാണ്. അവരുള്ള ഒരു ക്വാളിറ്റി എൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വാലിറ്റി, അതിനെയാണ് നമ്മൾ കോപ്പി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വെരി ഗുഡ്. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമ്മൾ പൂർണ്ണമായിട്ടും കോപ്പി ചെയ്യാൻ പോവുകയാണ്. അവരുടെ ഉള്ളിലുള്ള ആ ഒരു പോസിറ്റിവിറ്റി, നമ്മൾക്ക് ഇൻസ്പയർ ആയി തോന്നിയിട്ടുള്ള കാര്യങ്ങള്, നമ്മൾക്കും അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ കോപ്പി ചെയ്യാണ്. നമ്മളുടെ ഉള്ളിലും ആ ഒരു ക്യാരക്ടർ, ആ ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ നമ്മൾ അവരെ എങ്ങനെയാണ് റോൾ മോഡലായി കാണുന്നത്, അല്ലെങ്കിൽ നമ്മൾ അവരെ എങ്ങനെയാണോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതേ രീതിയിൽ നമ്മള് മറ്റുള്ളവർക്ക്, മറ്റൊരു ലോകത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിലുള്ള മറ്റുള്ളവർക്ക്, നമ്മുടെ സറൗണ്ടിങ്ങിന് നമ്മൾ ഇൻസ്പയർ ആയി മാറുന്നതും നമ്മളിലൂടെ അവർക്ക് ഇൻസ്പിറേഷൻ കിട്ടുന്നതൊക്കെ ഫീൽ ചെയ്യാവുന്നതാണ്. സോ പല ആളുകളും നമ്മൾക്ക് വേണ്ടി കൈയടിക്കുന്നു, നമ്മളെ ഏറ്റവും നല്ല രീതിയിൽ അവർ നമ്മളെ ഇൻഫ്ലുവൻസ് ആയി കാണുന്നു, അവരുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് നമ്മളാണ്. സോ അങ്ങനെ ഒരു ഇമാജിനേഷൻ, അങ്ങനെ ഒരു വിഷ്വലൈസേഷൻ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. വെരി ഗുഡ്. കുറച്ച് സമയം നമുക്ക് നിങ്ങളെ ഈ ലോകം ഇൻസ്പയർ ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തിട്ട് ഇരിക്കാവുന്നതാണ്, റിലാക്സ് ആയിട്ട് ഇരിക്കാവുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നമുക്ക് ദീർഘമായിട്ടുള്ള ഒരു ശ്വാസം എടുത്തു വിടാവുന്നതാണ്. ഓരോ ശ്വാസം എടുത്തു വിടുമ്പോഴും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും റിലാക്സ് ആവുന്നതായിട്ടും നിങ്ങൾ കൂടുതൽ കൂടുതൽ വിജയിയാവുന്നതായിട്ടും നിങ്ങൾക്ക് ഫീൽ ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒരു വിജയിയുടെ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറുടെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസറുടെ ഒരു എനർജിയിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ആയി മാറിയിട്ടുണ്ട്. സോ ലെറ്റ്സ് make a beautiful world surround you. നമ്മൾ നല്ല തിരിച്ചു വരാൻ പോവാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് തന്നെ ശ്രദ്ധിക്കാം. ശ്രദ്ധ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് തന്നെ കൊണ്ടുപോകാം.
ദീർഘമായിട്ടുള്ള ഒരു ശ്വാസം എടുത്തുവിട്ട് റിലാക്സ് ആയിട്ടിരിക്കാവുന്നതാണ്. ഓപ്പൺ യുവർ ഐസ്. 1, 2, 3. നല്ല കണ്ണു തുറന്ന് തിരിച്ചു വരാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ ഉണ്ടായിരുന്നു. തിരിച്ചു വന്ന എല്ലാവരും? ഓക്കെ, തിരിച്ചു വന്ന ആളുകളൊക്കെ വീഡിയോ മോഡിൽ വരിക. ആൻഡ് ചാറ്റ് ബോക്സിൽ തിരിച്ചെത്തി എന്നുള്ളൊരു അറിയിക്കുക. ഐ എം ഹിയർ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഞാൻ പറയട്ടെ, ഇപ്പം children learn from what you are than what you teach എന്നുള്ളതാണ്. അപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തി, ഞാൻ നിങ്ങൾക്ക് എന്താണോ പഠിപ്പിച്ചു തരുന്നത് അതിനേക്കാൾ അപ്പുറത്തേക്കാണ് ഞാൻ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും പഠിക്കാൻ പോകുന്നത്. സോ ഇതേപോലെ തന്നെയാണ് ഇപ്പം നിങ്ങളും അല്ലെ, ആ ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മൾ ചുറ്റുമുള്ള ആളുകൾ നമുക്ക് എന്താണോ പഠിപ്പിച്ചു തരുന്നത് അതിനേക്കാൾ അപ്പുറത്തേക്ക് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് അവരില് അവരുടെ ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ്, ഇതിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അവരെന്താണ് എന്നുള്ളതിനെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ നമ്മളോട് കുറെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന, നമ്മൾ കുറെ എപ്പോഴും ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ളവരായിരിക്കൂല നമ്മുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് അവരുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇൻസ്പയർ ആയിട്ട് മാറണം. ഇതേപോലെ തന്നെയാണ് നമ്മുടെ കേസ് എടുക്കുമ്പോഴും നമ്മളും മറ്റാർക്കൊക്കെയോ ഇൻസ്പയർ ആയി തീരേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഇൻസ്പയർ ആവുന്ന ആളുകള്, ഐ തിങ്ക് നമ്മള് റോൾ മോഡലായി കാണുന്ന ആളുകള്, അവരിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ വേണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ആവണം എന്ന് നമ്മൾ, അത് പക്ക അടിപൊളി ആറ്റിറ്റ്യൂഡാണ്, അല്ലെങ്കിൽ അടിപൊളി ക്യാരക്ടറാണ്, ആള് സൂപ്പറാണെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അവരിലുള്ള ആ പോസിറ്റിവിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമ്മളിലും കൂടെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം, നമുക്ക് നമ്മളിലും കൂടെ കൊണ്ടുവരാൻ പറ്റണം. അപ്പോഴാണ് നമ്മളെ സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ ചുറ്റിലുള്ള ആളുകൾ നമ്മളാൽ ഇൻസ്പയർ ആവുകയുള്ളൂ. നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ നമ്മളുടെ ലൈഫ് കൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റണം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ എന്താണോ സൊസൈറ്റിയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് നമുക്ക് നമ്മളിലൂടെ കൊടുക്കാൻ പറ്റണം എന്നുള്ളതാണ്. ആസ് എ ടീനേജർ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിലും നിന്നും അല്ലെങ്കിൽ എങ്ങനെ ആവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഒരു ലൈഫ് സ്റ്റൈല് നമുക്ക് തിരിച്ച് ഈ സൊസൈറ്റിയിലേക്ക് കൊടുക്കാൻ പറ്റണം, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണം. അപ്പോഴാണ് നമ്മളും സക്സസ് എന്നുള്ള ഒരു പാത്തിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മുടെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നിങ്ങളുടെ ചുറ്റിലുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട റോൾ മോഡല് ആരാണ്, എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ഫസ്റ്റ് ഇന്ന് ചെയ്യാനുള്ള, ഇനീഷ്യലി നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് അതാണ്. സോ ജസ്റ്റ് നിങ്ങളൊന്ന് മൈൻഡിൽ കൊണ്ടുവരിക, നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റിലും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി അല്ലെങ്കിൽ റോൾ മോഡൽ ആയിട്ട് തോന്നുന്ന ഒരാൾ ആരാണ്. അത് പറയട്ടെ, നമുക്ക് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇന്നത്തെ പബ്ലിസിറ്റിയിൽ നിന്നിട്ട്, അതായത് സോഷ്യൽ മീഡിയയിൽ നിന്നിട്ടുള്ള നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറെ ആളുകളുണ്ട്. അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട്, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് സിനിമാ ലോകത്തൊക്കെ ഉള്ള ആളുകൾ ചിലപ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും, സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ, അവരെ പോലെ ആവണം ഇങ്ങനെയൊക്കെ നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും. ബട്ട് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ആളുകൾ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ സറൗണ്ടിങ്, നമ്മുടെ ചുറ്റിലും ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ചുറ്റിലുള്ള ആരെങ്കിലും
നമ്മളോട് നേരിട്ട് സംസാരിക്കുന്ന, നേരിട്ട് ഇടപെടുന്ന അങ്ങനെയുള്ള ആളുകൾ. ഇപ്പൊ നമ്മളെ ഫ്രണ്ട്സ് ആവാം, നമ്മുടെ ചിലപ്പോൾ നമ്മുടെ പാരന്റ്സ് ആയിരിക്കാം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം, നമ്മുടെ പേഴ്സ് ആയിരിക്കാം, ഐ മീൻ നമ്മുടെ കൂടെയുള്ള നമ്മുടെ സെയിം ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളായിരിക്കാം, ചിലപ്പം നമ്മുടെ കസിൻസ്, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ അധ്യാപകർ, അങ്ങനെ ആരും ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ചുറ്റിലും ഇപ്പോ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ആയി തോന്നുന്ന ആളുകൾ ആരൊക്കെയാണോ, അത് ചിലപ്പോ ഒന്നോ രണ്ടോ ചിലപ്പോൾ അതിൽ കൂടുതലോ ആയിരിക്കാം. അപ്പൊ ആരൊക്കെ ആയിരുന്നാലും അത് ജസ്റ്റ് റൈറ്റ് ഡൗൺ ഓൺ യുവർ പേജ്. ആൻഡ് എന്തുകൊണ്ടാണ് നമുക്ക് അവരെ ഇൻസ്പയർ ആയി തോന്നാനുള്ള കാരണം കൂടെ എഴുതുക. ഓക്കെ, അപ്പം ഇത് കഴിഞ്ഞോ? രണ്ടെന്ന് ചാറ്റ് ബോക്സിൽ അയക്കാട്ടോ. അപ്പം ആക്ച്വലി റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആസ് എ റോൾ മോഡൽ അവർ നമ്മളെ പ്രചോദിപ്പിക്കുന്നവരായിരിക്കണം, നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നവരായിരിക്കണം. ചുമ്മാ ഓക്കെ നമുക്ക് അവരില് നമ്മൾ ഇഷ്ടപ്പെട്ട എന്തൊക്കെ ക്യാരക്ടർ ഉണ്ട് എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അവരുടെ പെരുമാറ്റം, അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഇൻസ്പയർ ആവുന്നതായിരിക്കണം. നമുക്കൊരു ഒരു ഒരു മോട്ടിവേഷൻ കിട്ടുന്നതായിരിക്കണം. നമുക്ക് സംതിങ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊരു ഫീലിംഗ് തോന്നുന്നതായിരിക്കണം. ഓക്കെ, ആൻഡ് അവര് വഴി, അവരിലൂടെ, അവർ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ, അവരെ നമ്മൾ നോക്കി കാണുന്നതിലൂടെ നമുക്ക് വാല്യൂസ് കണ്ടെത്താൻ പറ്റണം. ദെൻ ഡിസിപ്ലിൻ കണ്ടെത്താൻ പറ്റണം. ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നുകയും വേണം. ഇതൊക്കെ വാല്യൂസ്, ഇൻസ്പിറേഷന് ആൻഡ് ഡിസിപ്ലിന്, ഇതൊക്കെ നേടിയെടുക്കാൻ നമുക്ക് അവരെ നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന, സോറി, നമ്മൾ അവരെ ഇൻഫ്ലുവൻസ്, ഐ മീൻ അവരെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റണം. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റോൾ മോഡൽസ് ഇസ് നോട്ട് സെലിബ്രിറ്റീസ്. ഒരു സെലിബ്രിറ്റീസ് തന്നെ ആവണമെന്നില്ല. സിബ്ലിങ്സ്, ഫാമിലീസ്, ഫ്രണ്ട്സ്, സെയിം ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആരും ആവാം. ഓക്കെ, ആൻഡ് വൈ റോൾ മോഡൽസ് ആർ ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവർ നമുക്ക് മോട്ടിവേഷൻസ് തരും. ഐ മീൻ മോട്ടിവേഷൻ ഇൻ ഡിഫിക്കൽട്ട് ടൈംസ്. നമ്മൾ ചില ഡിഫിക്കൽട്ട് പീരിയഡ്സിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ലൈഫിൽ എന്ത് ചെയ്യണം എന്നൊരു ഡിസിഷൻ എടുക്കേണ്ടി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊന്ന് സ്റ്റക്കായി നിൽക്കുന്ന സമയത്തൊക്കെ അവർക്ക് നമ്മളെ മോട്ടീവ് ചെയ്യാൻ പറ്റണം. അവരുടെ ഒരു അവരുടെ സംസാരമോ, അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റമോ, അവരുടെ ഒരു ഇടപെടലോ എന്തെങ്കിലും നമുക്കൊരു മോട്ടിവേഷൻ കിട്ടുന്നതായിരിക്കണം. അതുപോലെ തന്നെ നല്ല ഡിസിഷനിലേക്ക്, നല്ല തീരുമാനങ്ങളിലേക്ക് നമ്മൾ സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് നമുക്ക് അവരിലേക്ക് നോക്കുമ്പം, അല്ലെങ്കിൽ അവരെ കുറിച്ച് ആലോചിക്കുമ്പം നമുക്കൊരു കറക്റ്റ് ഡിസിഷൻ കിട്ടുന്ന, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു ഗൈഡൻസ് കിട്ടുന്ന രീതിയിലായിരിക്കണം അവരുടെ ഒരു നമുക്ക് അവരെ കുറിച്ചുള്ള ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് നല്ല നല്ല ഹാബിറ്റ്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് അവരിൽ നിന്നിട്ട് ഉണ്ടാവണം. അവരിലേക്ക് നമ്മൾ നോക്കി കാണുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഹാബിറ്റ് നമ്മളിലും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റണം. ദെൻ നമ്മുടെ സ്വപ്നത്തിലേക്ക്, നമ്മുടെ ഒരു ബിഗ് ആയിട്ടുള്ള ഡ്രീമിലേക്കും കൂടെ ആ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതും കൂടെ ആയിരിക്കണം. ആ ഒരു റോൾ മോഡല് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതും കൂടെ ആയിരിക്കണം. അത് ചുമ്മാ നമുക്കൊരു റോൾ മോഡൽ ഉണ്ട്, ഓക്കെ, ആളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ആളെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോഴും നമ്മുടെ സ്വപ്നത്തിലേക്ക് നമ്മൾ നയിക്കുന്ന ഒരാളല്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പം നമ്മൾക്കൊരു വലിയ സ്വപ്നം ഉണ്ടാവണം. ആ സ്വപ്നത്തിലേക്ക് നമ്മളെ മുന്നോട്ട് നയിക്കാൻ പാകത്തിനുള്ള ഒരു വ്യക്തിയും കൂടെ ആയിരിക്കണം നമ്മളെ റോൾ മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നെക്സ്റ്റ് ഒരു ഡിസ്കഷന് വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് യു ഫോളോ യുവർ റോൾ മോഡൽ ഫോർ വൺ ഡേ, ഹൗ വിൽ യുവർ റൂട്ടീൻ ചേഞ്ച്? നിങ്ങളുടെ റോൾ മോഡലിനെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൂട്ടീൻസിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത്? അതായത് നിങ്ങൾ അവരിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത്
നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ എന്ത് ചേഞ്ചാണ് കൊണ്ടുവരാൻ പോകുന്നത്? ജസ്റ്റ് ഒന്ന് മൈൻഡിൽ കൊണ്ടുവന്നാൽ മതി, നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, നമ്മള് ഒരു ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് റോൾ മോഡൽ. ഇന്ന് നമ്മൾ റോൾ മോഡലിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. സോ ഒരു റോൾ മോഡലെ സംബന്ധിച്ച് അവർക്ക് ഉണ്ടായിരിക്കുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ആളുകൾ, ഓക്കെ, നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ? അങ്ങനെയുള്ളവർക്ക് ഇപ്പം നമ്മൾ പറഞ്ഞ കുറച്ച് ക്വാളിറ്റീസ് വേണം. ഇതേപോലെ നമ്മളെ ആരെങ്കിലും ഇൻസ്പയർ ചെയ്യാണെന്നുണ്ടെങ്കിൽ, സോ ഐ മീൻ ഇപ്പം നമ്മളെ കൊണ്ട് ആരെങ്കിലും ഇൻസ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. നമുക്ക് ഹോണസ്റ്റി, നമ്മുടെ ഉള്ളിൽ ഒരു ഹോണസ്റ്റി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റണം. ദെൻ റെസ്പോൺസിബിലിറ്റീസ്, നമുക്ക് നമ്മളുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ വാക്കുകളിലൊക്കെ റെസ്പോൺസിബിലിറ്റീസ് കീപ്പ് ചെയ്യാൻ പറ്റണം. ഉത്തരവാദിത്ത ബോധത്തോട് കൂടിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. കൺസിസ്റ്റൻസി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ്. നമുക്ക് നമ്മുടെ ലൈഫിൽ കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റണം. കൈൻഡ്നെസ് ആൻഡ് മോട്ടീവ്, കമ്പാഷൻ, ഹാർഡ് വർക്ക്, ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ്, ഇതൊക്കെ നമ്മൾ നമ്മളെ ലൈഫിൽ കീപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മളെ ചുറ്റിലുള്ള ആളുകൾക്ക് ഇൻസ്പയർ ആയി മാറാൻ പറ്റുന്നത്. ഇതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്ന ആളുകളായിരിക്കും മേ ബി നമ്മളുടെ ഒരു റോൾ മോഡൽ എന്ന് പറയുന്നത് അല്ലെ? ചിലപ്പം ആൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ആളുടെ കൺസിസ്റ്റൻസി, നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആളുടെ ലൈഫിൽ ഉണ്ടാകുമ്പോഴാണ് ആള് സക്സസിലേക്ക് എത്തുന്നത്. അങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ റോൾ മോഡൽ ആയിട്ട് കാണുകയും ചെയ്യുക. അല്ലാതെ പരാജയപ്പെട്ട ഒരാളെ കുറിച്ചിട്ട് നമുക്ക് ഒരിക്കലും റോൾ മോഡൽ ആയിട്ട് കാണാൻ പറ്റൂല അല്ലെ? അവരെ നമ്മൾ ഫോളോ ചെയ്യോ? ഇല്ല. നമ്മൾ സക്സസ് ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ റോൾ മോഡൽ ചെയ്യുക. സോ നമ്മളുടെ സറൗണ്ടിങ്ങിൽ, നമ്മളുടെ ചുറ്റിലും, നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ കാണുന്ന സക്സസ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഈ സക്സസ് എന്ന് പറയുന്നത് അവർ ഒരുപാട് വിജയത്തിലേക്ക് എത്തി, അവര് ഒരുപാട് പണം ഏൺ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു നല്ല പൊസിഷനിലാണ് നിൽക്കുന്നത് എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് സക്സസ് എന്ന് പറയുന്നത് അവര് ഹാപ്പി ആയിട്ട് അവരുടെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ അവര് ഹാപ്പി ആയിട്ട് ആളുകളെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത്, അവരുടെ സംസാരവും അവരുടെ പെരുമാറ്റവും ഒക്കെ മറ്റുള്ളവർക്ക് ഇൻസ്പയർ ആവുന്നുണ്ട്, മോട്ടീവ് ആവുന്നുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അവരായിരിക്കും നമ്മുടെ റോൾ മോഡൽ എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പം കുറെ വിജയിച്ച ആളുകൾ ഉണ്ടായിരിക്കും അല്ലെ? കുറെ പണം നേടിയിട്ടുള്ള ആളുകൾ ഉണ്ടാകും. ഇങ്ങനെയുള്ള ആളുകളൊന്നും ചിലപ്പോൾ നമുക്ക് റോൾ മോഡൽ ആയിട്ട് തോന്നിക്കൊള്ളണമെന്നില്ല. കുറെ പണം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് നമുക്ക് അവര് സക്സസ് ആയി എന്നോ അവരെ നമുക്ക് റോൾ മോഡൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നും പറയാൻ പറ്റൂല. സോ വാക്കുകൾ കൊണ്ടും പ്രവർത്തനം കൊണ്ടും ഒക്കെ നമുക്ക് ഒരു മോട്ടിവേഷൻ തോന്നുന്ന ആളുകളെയാണ് നമ്മൾ, നമുക്ക് ഇൻസ്പിറേഷൻ തോന്നുന്ന ആളുകളെയാണ് നമ്മൾ റോൾ മോഡലായിട്ട് കാണാൻ പോകുന്നത്. ആൻഡ് ഇപ്പം നിങ്ങള് റോൾ മോഡലായിട്ട് കാണുന്നുണ്ടെന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ നിങ്ങളുടെ ചുറ്റിലും, അങ്ങനെയുള്ള ആളുകളിൽ നിങ്ങൾ കാണുന്ന ഒരു 3 ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ജസ്റ്റ് റൈറ്റ് ഡൗൺ. ചെയ്ത് കഴിഞ്ഞാൽ ചാറ്റ് ബോക്സിൽ ഡൺ എന്ന് അറിയിക്കുക കേട്ടോ. നിങ്ങൾ ഫോളോ ചെയ്യുന്ന, നിങ്ങളുടെ റോൾ മോഡൽ എന്ന് പറയുന്ന ആൾക്ക് ഉണ്ടാകുന്ന 3 ക്വാളിറ്റീസ് എന്തൊക്കെയാണ്?
ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു റോൾ മോഡൽസ് അല്ലെ, നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന, നമ്മുടെ ചുറ്റിലുണ്ടായിരിക്കുന്ന റോൾ മോഡൽസിനെ കുറിച്ചാണ് പറഞ്ഞു. സോ അങ്ങനെയാണെങ്കിൽ ഓക്കെ, അവരെ നമ്മൾ എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. ലേൺ ദെയർ വാല്യൂസ്, അവർ കീപ്പ് ചെയ്യുന്ന വാല്യൂസ് അല്ലെ, അവരുടെ മൂല്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക. ആൻഡ് അത് നമ്മൾ എന്ത് ചെയ്യുക, ലേൺ ചെയ്യുക. അവരുള്ള വാല്യൂസ് എന്തൊക്കെയാണ് നമുക്ക് തോന്നുന്നത്, അതിനെ നമ്മൾ ലേൺ ചെയ്യുക. ആൻഡ് കോപ്പി ഡിസിപ്ലിൻ, അവരുടെ ഡിസിപ്ലിൻസിനെ നമ്മൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. അതായത് അവരിൽ നമുക്ക് ഓക്കെ ആയിട്ട് തോന്നുന്ന, നമുക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ കോപ്പി ചെയ്യുക. അതായത് നമ്മൾ അതിനെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അവരുടെ പേഴ്സണാലിറ്റി അല്ല, ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അവരുടെ പേഴ്സണാലിറ്റി അല്ല നമ്മൾ കോപ്പി ചെയ്യേണ്ടത്, അവരുടെ ഡിസിപ്ലിൻസ്, അവരുടെ വാല്യൂസിനെയാണ് നമ്മൾ കോപ്പി ചെയ്യേണ്ടത്. ദെൻ ഫോളോ ദെയർ ഗുഡ് ഹാബിറ്റ്സ്, അവരിലുള്ള എന്തെങ്കിലും ഗുഡ് ഹാബിറ്റ്സുകൾ, നല്ല നല്ല ശീലങ്ങൾ ഉണ്ടാവും അല്ലെ, അപ്പം അതിനെ നമ്മൾ മനസ്സിലാക്കിയിട്ട്, അതിനെ നമ്മൾ പഠിച്ചിട്ട് അതും നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. പൂർണ്ണമായിട്ട് നമ്മൾ കണ്ണടച്ചിട്ട് അവരെ ഇമിറ്റേറ്റ് ചെയ്യുക എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ചിലപ്പം നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന വ്യക്തിക്കും പോസിറ്റീവ് ആയിട്ടുള്ള വശമുണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള വശം ഉണ്ടാവും. നമ്മൾ കംപ്ലീറ്റ് അവരുടെ പേഴ്സണാലിറ്റി ഇമിറ്റേറ്റ് ചെയ്യുന്നതിന് പകരം അവരിലുള്ള ഗുഡ് ഹാബിറ്റ്സിനെ, നമുക്ക് ഇൻസ്പയർ ആയി തോന്നുന്ന ഗുഡ് ഹാബിറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യാം, ഇൻസ്പയർ ചെയ്യുക, അത് നമ്മൾ കോപ്പി ചെയ്യുക, നമ്മൾ ഫോളോ ചെയ്യുക ഹാബിറ്റ്സുകൾ എന്നുള്ളതാണ്. ആൻഡ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ക്രിയേറ്റ് യുവർ ഓൺ പാത്ത് വിത്ത് ദെയർ ഇൻസ്പിറേഷൻ. അവരുടെ ഇൻസ്പിറേഷനിൽ നമ്മൾ അവർ നമ്മൾ ഇൻസ്പയർ ചെയ്യുന്നതോടൊപ്പം നമ്മളുടെ ഓൺ പാത്ത്, നമ്മളുടെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ റോൾ മോഡലിംഗ് എന്നതുകൊണ്ട് നമ്മൾ പറയുന്നത്. ആൻഡ് ഇന്നത്തെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത്, വൺ വാല്യൂ ഐ വിൽ അഡോപ്റ്റ് ഫ്രം മൈ റോൾ മോഡൽ. ഇന്ന് നിങ്ങൾ ഈ ഒരു സെഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതേണ്ട ഒരു ആക്ടിവിറ്റി, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി, എന്റെ റോൾ മോഡൽ ആയിട്ടുള്ള ആളിൽ നിന്നിട്ട് ഞാൻ അഡാപ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം. അപ്പം നിങ്ങൾ റോൾ മോഡലായി കാണുന്ന നിങ്ങളുടെ ചുറ്റുമുള്ള, ചിലപ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സ് ആവാം, നിങ്ങളുടെ ഫാമിലി ആവാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ സ്ട്രേഞ്ചർ ആയിട്ടുള്ള, നിങ്ങൾക്ക് പരിചയമല്ല, പക്ഷെ നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ ചുറ്റുവട്ടത്തിൽ നിങ്ങൾ കാണുന്നുണ്ട് അദ്ദേഹത്തിന്റെ വർക്കും അദ്ദേഹത്തിന്റെ എന്താ പറയാ പെരുമാറ്റവും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ചുറ്റിലും. അപ്പം അങ്ങനെ നമുക്ക് ഇൻസ്പയർ ആവുന്ന ആളുകൾ ഉണ്ടാവും. സോ സോഷ്യൽ മീഡിയ മാറ്റി വെച്ചിട്ട് കേട്ടോ, സോഷ്യൽ മീഡിയയിലുള്ള ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു വശം. നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ കാണുന്ന, നമുക്ക് മോട്ടീവായി തോന്നുന്ന, നമുക്ക് ഇൻസ്പയർ ആയി തോന്നുന്ന ആളുകൾ ഉണ്ടാവും. അവരിൽ നിന്നിട്ട് നമുക്ക് അഡാപ്റ്റ് ചെയ്തെടുക്കണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ, വാല്യൂസ് എന്തൊക്കെയാണോ, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതുക. നെക്സ്റ്റ് ഒരു വർക്കും കൂടെ എന്ന് പറയുന്നത്, വൺ ആക്ഷൻ ഐ വിൽ സ്റ്റാർട്ട് ഫ്രം ടുഡേ. അങ്ങനെ നിങ്ങൾ മാറ്റി വെച്ചിട്ടുള്ള വാല്യൂസ്, ആ വാല്യൂസിൽ നിന്നിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പോകുന്ന, ഇന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന എന്തെങ്കിലും ഒരു ആക്ഷൻ. ഓക്കെ, നിങ്ങളൊരു റോൾ മോഡൽ, അദ്ദേഹം നന്നായിട്ട് വായിക്കുന്ന ആളായിരിക്കാം, ചിലപ്പോൾ നന്നായിട്ട് എഴുതുന്ന ആളായിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് സംതിങ്, എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ആ ഒരു വാല്യൂ, വായന എന്നുള്ളത്, റീഡിങ് എന്നുള്ള ഒരു സ്കില്ല്, അല്ലെങ്കിൽ ആ ഒരു വാല്യൂ നമുക്ക് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് മുതൽ കുറച്ച് വായിച്ചു തുടങ്ങുക. അല്ലെങ്കിൽ ആൾ എഴുതുന്നത് നിങ്ങൾക്ക് ഇൻസ്പയർ ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സംതിങ്, നിങ്ങളെ കൊണ്ട് എന്താണ് എഴുതാൻ പറ്റുന്നത് അത് നിങ്ങൾ എഴുതി തുടങ്ങുക. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചേഴ്സിനെയാണ് നിങ്ങൾക്ക് ഇൻസ്പയർ ആയി തോന്നുന്നത്, നിങ്ങളുടെ ഫാമിലീസിൽ ആരെങ്കിലാണ് നിങ്ങൾക്ക് ഇൻസ്പയർ ആയി തോന്നുന്നത്, അവരിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഇൻസ്പയർ ആവുന്ന എന്തെങ്കിലും ഒരു കാര്യം, അത് നിങ്ങൾ, അതായത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഇൻസ്പയർ ചെയ്തിട്ടാണ് അവരെ നിങ്ങൾ റോൾ മോഡലാക്കി മാറ്റിയിട്ടുള്ളത്. അങ്ങനെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലും നിങ്ങൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാനുള്ള, അവരെടുക്കുന്ന ഒരു ആക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഹാബിറ്റ്സ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലും കൊണ്ടുവരാൻ ശ്രമിക്കുക. അത് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് നിങ്ങൾ എഴുതിയിട്ട് ഒരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് നമ്മളൊരു ലാസ്റ്റ് സെഷനിലേക്ക് നമ്മൾ പോവുകയാണ്, ലാസ്റ്റ് പാർട്ടിലേക്ക് പോവുകയാണ്. അത് നമ്മുടെ ഒരു പ്ലെഡ്ജ് ആണ്. നമ്മൾ റോൾ മോഡൽ എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തുന്ന, അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. സോ അതിലേക്ക് ഉള്ള ഒരു ജേർണിയിൽ നമ്മളൊരു പ്ലെഡ്ജ് എന്ന് പറയുന്നത്, ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഹേർട്ടിനോട് കൈവച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലെഡ്ജ് ചെയ്യാം.
ഐ വിൽ ചൂസ് ഗുഡ് റോൾ മോഡൽസ്. നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ നിന്നിട്ട് നിങ്ങൾ നല്ലൊരു റോൾ മോഡൽ നിങ്ങൾ എന്ത് ചെയ്യാണ് ചൂസ് ചെയ്യാൻ പോവുകയാണ്. സോ ഐ വിൽ ചൂസ് ഗുഡ് റോൾ മോഡൽ. ഐ വിൽ ചൂസ് ഗുഡ് റോൾ മോഡൽസ് and I will follow their positive values. I will follow their positive values. I will inspire others by my life. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. I will inspire others by my life. എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് ഇൻസ്പയർ ആയിട്ട് മാറും എന്നുള്ളത്. സോ ഇവിടെ മുതൽ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ചില ആളുകൾ കാരണം ഇൻസ്പയർ ആയി മാറുന്നുണ്ട് അല്ലെ? അതേപോലെ നിങ്ങൾ കാരണം നിങ്ങളുടെ ലൈഫിൽ മറ്റുള്ളവർ ഇൻസ്പയർ ആവും. അങ്ങനെ നിങ്ങൾക്ക് അവരെ ഇൻസ്പയർ ആക്കാൻ പറ്റും. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ നിങ്ങൾക്ക് ഇൻസ്പയർ ആക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, നിങ്ങൾ എന്താണോ പറയുന്നത് അതിനെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടം, ഒരു സറൗണ്ടിങ്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കും എന്നുള്ള ഒരു ബിലീഫ് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊടുക്കുക. സോ ഇന്ന് നിങ്ങൾ ആരൊക്കെയാണോ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ആരൊക്കെയാണോ റോൾ മോഡലായി കാണുന്നത്, അതേപോലെ നാളെ നിങ്ങളെ ഒരുപാട് ആളുകളെ, ഒരുപാട് കുട്ടികളെ, ഒരുപാട് ചുറ്റുള്ള ആളുകളൊക്കെ റോൾ മോഡലായി കാണട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബിഗ് ഡ്രീം മൈൻഡിലേക്ക് കൊടുത്തുകൊണ്ട് ഇന്നത്തെ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, റെഡി അല്ലേ? ഇന്നത്തെ ടൈം ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട്. ലിങ്ക് ഇപ്പം കട്ടാവും. ഓക്കെ, അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ നിങ്ങൾ ഗ്രൂപ്പിൽ അറിയിക്കുക. ലിങ്ക് ഇപ്പോൾ കട്ടാവും. ഓക്കെ.